ഐഫൽ നമ്മളങ്ങനെ ഐഫൽ ടവർ നമ്മുടെ കാരവാൻ കുറേ പെട്ടിണ്ടല്ലോ. കുറച്ച് ദിവസം നമുക്കൊന്ന് യൂറോപ്പിലോട്ട് പോയിട്ട് വന്നാലോ. നമ്മുടെ സ്കോട്ട്ലാൻഡിലുള്ള ട്രിപ്പിന് ശേഷം ഈ കാരവാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് യൂറോപ്പിലെ കുറച്ച് കൺട്രീസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് നൈറ്റ് തന്നെ സാധനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു വണ്ടിയിലോട്ടേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഒരു 1 വീക്കോളമുള്ള നമ്മുടെ ഈ ട്രിപ്പിലേക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ രാത്രിയാണ് ഈ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായത്. നമ്മൾ ഈ കാരവാൻ ഫെറിയിൽ കയറ്റി നമുക്ക് യൂറോപ്പിലും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാൻ. നിങ്ങൾ ആരെങ്കിലും കാരവാനൊക്കെ എടുത്തിട്ട് യൂറോപ്പിലോ മറ്റുള്ള കൺട്രീസിൽ ഏതെങ്കിലും പോയിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസിഡൻറ്റ് ബാഡ് എക്സ്പീരിയൻസോ എല്ലാം നല്ല കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയ എന്തെങ്കിലും ബെനിഫിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ. ഈ കാരവാൻ എടുത്തിട്ടുള്ള നമ്മുടെ സ്കോട്ട്ലാൻഡിലെ ട്രിപ്പ് സക്സസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു യൂറോപ്പ് ട്രിപ്പിനും കാരവാൻ തന്നെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. നമ്മളെപ്പോഴും പോകണമെന്ന് വിചാരിക്കുന്ന സമയം വേറെ, പോകുന്ന സമയം വേറെ ആയിരിക്കും. ഇന്നും അങ്ങനെ തന്നെ. നമ്മൾ ഓൾറെഡി കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ച ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇപ്പോൾ വെക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 hours നമ്മൾ ഡോവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഉള്ളത്. അവിടുന്ന് ഫെറി എടുത്തിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഫെറിക്ക് ഏകദേശം ഒരു 220 pound ആയിട്ടുണ്ട്. നമ്മുടെ ഈ കാരവാനും പ്ലസ് ഈ 4 personsൻ്റെയും കൂടെ ഫീ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ജേണി സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഈ റൂമിനോടൊരു ബൈ ബൈ പറയാം. പാസ്പോർട്ട് എടുത്ത് BRP ഷിബിയാട്ടിൻ്റെ പോക്കറ്റിലുണ്ടെന്നാണ് തോന്നുന്നത്. നോക്കിയേക്ക്. ഇത് നമ്മുടെ സെക്കൻഡ് ടൈമാണ് ഫെറി യൂസ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഐൽ ഓഫ് വൈറ്റിൽ കാറ് നമ്മൾ ഫെറിയിൽ കയറ്റിയിട്ടായിരുന്നു പോയിട്ടുണ്ടായത്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കാരവാൻ ഫെറിയിലോട്ടേക്ക് കയറ്റിയിട്ട് വേറൊരു കൺട്രിയിലോട്ടേക്ക് പോകുന്നത്. UK ഫ്ലൈറ്റ് എടുത്തിട്ട് പോകുന്നതിനേക്കാളും ഫെറി എടുത്തിട്ട് പോകുന്നതാണ് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുണ്ടായത്. അതുമാത്രമല്ല നമ്മുടെ ഈ കാരവാൻ നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ വേറെ കൺട്രിയിലോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട്, BRP, വിസ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വണ്ടിയിൽ നിന്നും പുറത്തേക്കൊന്നും ഇറങ്ങേണ്ടിയൊന്നും വന്നിട്ടുണ്ടായില്ല. എല്ലാം ഭയങ്കര സിമ്പിളായിരുന്നു. നിങ്ങളാരെങ്കിലും UK യൂറോപ്പിലോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഫെറി ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. നമ്മൾ ഐറിഷ് ഫെറീസായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായത് ഡോവറിന്ന് കലൈസിലോട്ടേക്ക്. നമ്മൾ ഈ കാരവാൻ്റെ മെഷർമെൻറ്റും പിന്നെ 4 ആൾക്കാരുടെ കൗണ്ടും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫെറി ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ഞാൻ ഇത്രയും സമയം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളിപ്പം പോകാൻ വേണ്ടി പോകുന്നത് ഫ്രാൻസിലാണ്. ഫെറി നമ്മളിപ്പോൾ രാവിലെ ഒരു 5:20 ബുക്ക് ചെയ്തത്. 1 മണിക്കൂർ മുന്നേ ഇവിടെ ചെക്ക് ഇൻ ചെയ്യണം. നമ്മൾ പാസ്പോർട്ടും BRP കാർഡൊക്കെ കൊടുത്ത് അതിൻ്റെ അകത്ത് സ്റ്റാമ്പ് ചെയ്യും. അവരവിടുന്ന് ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. വേറെ പരിപാടി വണ്ടിയിൽ നിന്ന് ഇറങ്ങാനോ അങ്ങനത്തെ വേറെ പരിപാടികളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിരുന്നു ഈ ഒരു ജേണി എന്ന് പറയുന്നത്. നമ്മളിനി ഒരു 1.5 hours ജേണിയാണ് ഫ്രാൻസിലേക്കുള്ളത്. ഈ ഒരു ചെറിയൊരു ഫെറി, നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഫെറിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോയെന്ന് അറിയില്ല. കാരണം ഒരു ചെറിയ ബാക്കിലേക്ക് എല്ലാവരും ഉറക്കുക. കാരണം ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമുണ്ട്. ചെറിയൊരു എയർപോർട്ട് സെറ്റപ്പൊക്കെ ഇവിടെ ഉള്ളത്. അതായത് ഫെറി എന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് തന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ഉണ്ട്, ഫുഡ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഓർഡർ ചെയ്യാം. എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു മിനി എയർപോർട്ട് പോലെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രാൻസിലെത്തിയിട്ട് എല്ലാ അടുത്ത വിശേഷങ്ങൾ കാണാം. നമുക്ക് കുറച്ചൊരു പുറത്തെത്തി
കഴിഞ്ഞാലേ പുറത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ നിർത്താം എന്നിട്ട് അവിടെ ചെക്ക് ചെയ്യാം. നമ്മളങ്ങനെ ഫ്രാൻസിൽ കാല് കുത്തി. ഇവിടെ ഏകദേശം ഉച്ച സമയമായി. ഒരു മണി 2 മണിയായി നമ്മളിവിടെ എത്താൻ വേണ്ടി. നമ്മൾ നേരെ ഫെറിയിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ടേക്ക് ക്യാമ്പ് സൈറ്റിലോട്ടാണ് വന്നത്. കാരണം ഈ ഒരു കാരവാൻ എടുത്തിട്ട് പാരീസിലോട്ടേക്ക് പോകൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ ആണെങ്കിൽ വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. നമ്മുടെ UK നാട്ടിലേതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ചേഞ്ചും കൂടെ വന്നപ്പോൾ ഈ വണ്ടി എടുത്ത് വരാൻ എനിക്കല്ല ഡ്രൈവ് ചെയ്യുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഐഫൽ ടവറും പിന്നെ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും ആയിരുന്നു നമ്മുടെ പ്ലാനിലുണ്ടായത്. പിന്നെ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കുറേ ക്യാഷൊക്കെ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായത്, അതായത് ലിക്വിഡ് ക്യാഷ്. പക്ഷേ ഇവിടെ കൂടുതലും കാർഡല്ലേ പ്രിഫർ ചെയ്യുന്നത്, കൂടുതലും കാർഡും പിന്നെ കോയിൻസ് ഒക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാരല്ല, ഇവിടുത്തെ സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വരുമ്പോഴാണെങ്കിൽ ഒരു വലിയൊരു ടോളൊക്കെ ഉണ്ടായിരുന്നു. ആ ടോളിൽ നമ്മൾ കാർഡ് ടാപ്പ് ചെയ്യുക ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഐഫൽ ടവറിലേക്ക് പോകാൻ വേണ്ടി വിചാരിക്കുവാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് പോകരുത്, കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണം, പീസ്ഫുൾ ആയിട്ട് ഉറങ്ങിയിട്ടൊക്കെ പോകണം എന്നൊക്കെ വിചാരിക്കും ഓരോ ട്രിപ്പ് കഴിയുമ്പോൾ. പക്ഷെ ഒന്നും നടക്കാറില്ല. എല്ലാം പ്ലാനിങ് മാത്രമേ ഉള്ളൂ. പ്ലാനിങ് നടക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്ന് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതും കഴിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് പോകാനാണ് വിചാരിക്കുന്നത് പാരീസിലോട്ട്. നമ്മുടെ കാരവാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെയും എനിക്ക് തോന്നുന്നു ഇന്നും നാളെ നൈറ്റും നമ്മൾ ഈ ഒരു ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു നേച്ചർ ബ്യൂട്ടി സെറ്റപ്പിലാണ് ഈ ക്യാമ്പ് സൈറ്റ് ഉള്ളത്. വെയിലിന് അത്യാവശ്യം ചൂടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ UK ഇങ്ങനെ വെയിലൊന്നും കണ്ടിട്ടില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം വെയിൽ കണ്ടുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ട്. പക്ഷെ നമ്മൾ ടയേർഡാണ്. എന്തായാലും ഒരു നല്ലൊരു ഉറക്കം കഴിയാണ്ട് നമ്മളെല്ലാവരും ബാക്ക് ഓൺ ഫുൾ പവറിലാവില്ല എന്തായാലും. നെക്സ്റ്റ് ഡേ നമ്മൾ ഡിസ്നി ലാൻഡിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് രാവിലെ ഒരു ഫുൾ ഡേ അവിടെ തന്നെ ആയിരിക്കും നാളെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇന്നത്തെ നൈറ്റും ഇന്നത്തെ ഡേയും നമ്മൾ പാരീസിലാണല്ലോ കുറച്ചുകൂടെ കാണാനുള്ളത്, അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. കൂടുതൽ ട്രാവൽ വ്ളോഗ് മാത്രം ചെയ്യുന്നൊരു ചാനൽ പോലെ ആയിപ്പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എല്ലാ കണ്ടൻറ്റും ചെയ്യാൻ വേണ്ടി ഇഷ്ടമാണ്. എനിക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് കുറേ കാലങ്ങളായിട്ട് ഫുൾ ബിസി തന്നെയായിരുന്നു. എന്തായാലും ഇനി കൂടുതൽ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാം. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. ഫൈനലി നമ്മൾ എടുത്തു വെച്ച ലിക്വിഡ് ക്യാഷിന് യൂസ് ഉണ്ടാവാൻ പോവുകയാണ്. പക്ഷേ കുറച്ച് പൈസ കൊടുക്കണ്ട. ഇവിടുത്തെ ക്യാമ്പ് സൈറ്റിൽ കുറച്ച് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് യൂറോ നോട്ട്. ഓക്കെ, നമ്മളിങ്ങനെ കൂടുതൽ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോഴും മണി എപ്പോഴും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് UK തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് വരാൻ ശ്രമിക്കാറുള്ളത്. നമ്മളിപ്പോൾ ലാസ്റ്റ് ടൈം പോയത് മൊത്തം നമ്മൾ ഹേസ് ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് വഴിയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായത്. നമ്മളവിടെ പോയി അവരുടെ ഓൺലൈൻ സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് അവരുടെ ഓഫീസിൽ പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. നമ്മളങ്ങനെ കുറച്ച് യൂറോ എടുത്തു, വേറൊരു കൺട്രിയും കൂടെ വിസിറ്റ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ ഒരു കറൻസി കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സെയിൻസ്ബറീസ് ബാങ്കിൻ്റെ പൈസയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നോക്കിയപ്പോൾ കുറച്ചുകൂടെ എക്സ്ചേഞ്ച് റേറ്റ് കൂടുതലുള്ളത് അതിലായിരുന്നു. ഹേസ് ട്രാവലിലാണ് ഞാൻ കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ റേറ്റ് തോന്നിയിട്ടുണ്ടായത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൂടുതലും കാർഡ് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മോൺസോൻ്റെ കാർഡാണ് ടാപ്പ് ചെയ്തത്. അപ്പോൾ അതിന് വേറെ എക്സ്ട്രാ ചാർജൊന്നും ഇതുവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളങ്ങനെ ഐഫൽ ടവർ കാണാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് രാത്രി ആവാറായി. നമ്മുടെ ഡേ ലൈറ്റിലുള്ള വെളിച്ചത്തിലുള്ളൊരു ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നത്. അപ്പോൾ അത്യാവശ്യം തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ ക്യാമ്പ് സൈറ്റ് ഇതാണ് നമ്മൾ ചൂസ് ചെയ്ത് ലെസ് റിവേഴ്സ് ഡേ പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള, ഇതിങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ അവർ റിസപ്ഷനിൽ പോയപ്പോൾ നമുക്കിങ്ങനെ മാപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാപ്പിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ്
ഐഫൽ ടവറിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റുക എന്നൊക്കെ ഉള്ളതുണ്ട്. നമുക്ക് ചുമ്മാ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റും. എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഒരു 1 hour ജേണി എന്തായാലും ഉണ്ടാകും. ഇതുണ്ട് ഈ സൈഡ് മൊത്തം റിവർ സൈഡ്. അതുകൊണ്ടാണ് ലെസ് റിവ്സ് ഡേ പാരീസ് എന്ന് പേര് വന്നിട്ടുണ്ടാവുക മേ ബി. ഈ സൈഡ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഇത് അവിടെയാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് ഈ സൈഡ് റിവർ സൈഡാണ് വരുന്നത്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. ഇപ്പോൾ ഈ സൈഡ് ചെറിയൊരു ഡാം പോലെയുണ്ട്. ചെറുതല്ല, അങ്ങനത്തോളം ഉണ്ട് അത്യാവശ്യം നീളം. അതിൻ്റെ നല്ല രസമുണ്ട് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രാൻസിലെത്തില്ലേ. ഐഫൽ ടവറിൻ്റെ ഒക്കെ ഡേയിലും പോകണം നൈറ്റിലും വ്യൂ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇതിപ്പം പോയിട്ടാകുമ്പോൾ നൈറ്റിലെ ഒരു ലൈറ്റിംഗ് മാത്രമേ കണ്ടിട്ട് വരാൻ പറ്റുള്ളൂ. ഇവിടെ കണ്ട കുറച്ച് ആൾക്കാർ ഇവിടെ എന്തൊക്കെ ഗെയിമെല്ലാം കളിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചെറിയൊരു നാട്ടിലെ വൈബുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും UK പോലെ തന്നെ ഉണ്ട്. ബാക്കി അവിടെയൊക്കെ ചെറിയൊരു മാറ്റം. ഇനി പാരീസ് കുറച്ചും കൂടെ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് പോകുന്നത്. നമുക്ക് നോക്കാം. പാരീസ് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് 2 ദിവസം ഫ്രാൻസിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് വേറെ കാര്യം. നമുക്ക് വിസ അപ്ലൈ ചെയ്തിട്ട് അതെ അതെന്ന് വെച്ചാൽ നമുക്ക് വിസ അപ്ലൈ ചെയ്തിട്ട് ആകെ 7 days വിസ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ 7 days വേണം നമുക്ക് ഈ കൺട്രി കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2 കൺട്രി ചൂസ് ചെയ്തുകൊണ്ട് രണ്ടും ഒന്ന് അവിടത്തേക്ക് പോകാൻ കുറേ ദൂരമുണ്ട്. പിന്നെ നമ്മൾ കാരവാൻ എടുത്തുകൊണ്ടും തന്നെ കുറേ സമയം ട്രാവലിങ്ങിന് പോകും. അതുകൊണ്ട് നമ്മുടെ ടൈം ടേബിൾ, നമ്മുടെ ട്രാവൽ ഐറ്റിനറി പ്രകാരം 2 ദിവസം മാത്രമേ നമുക്ക് ഫ്രാൻസ് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഇവിടുന്ന് ഒരു 20 minutes വാക്ക് ഉണ്ട് നമ്മുടെ ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട്. 20 minutes നമ്മൾ നടക്കുമ്പോൾ ഒരു 30 minute ആകും. അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും രാത്രി ഒരു 8 മണിയാവുന്ന തോന്നുന്നേ. നല്ല തണുക്കുന്നുണ്ട്. നമ്മൾ 20 minutes നടന്നതിൻ്റെ സൈഡ് മൊത്തം ഈ റിവർ തന്നെയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് വായിച്ചാലൊന്നും മനസ്സിലാവില്ല നമുക്ക്. മൊത്തം ഫ്രഞ്ചിലാണ്. ഓ, ഇവിടുന്ന് ടിക്കറ്റ്സ് ഉണ്ടല്ലേ ഡിസ്നിലാൻഡിലേക്ക്. പാരീസ് റീജിയൻ ടിക്കറ്റ് ആണോ എടുക്കേണ്ടത്? മെട്രോ ഇതിൻ്റെ അകത്തൊന്നും കൊടുത്തിട്ടില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. ആകെ ഈ ബോഞ്ചോർന്ന് മാത്രം എഴുതി മനസ്സിലാവുന്നുണ്ട്. RER കയറേണ്ടത്. നെയ്യോളി പാരീസ് ടു നാൻഡ. കുറേ കൺഫ്യൂഷൻ്റെ ഒക്കെ ഒടുവിൽ ഒരു ടിക്കറ്റ് എടുത്തു ഐഫൽ ടവർ പോകാൻ വേണ്ടി. ഇത് ഒരു പാവപ്പെട്ടവർ നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്തു തന്നു. കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അതുകൊണ്ട് നമ്മൾ സംസാരിച്ച് ഇങ്ങനത്തെ ഒരു പാസ്സാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. ഇതിനാണ് 4.15 euro ആണ് ആയിട്ടുണ്ടായത്. ഇവിടെയും കാർഡ് മാത്രമേ ടാപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ. നമ്മൾ ആദ്യം ഒരു ഡേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ഉണ്ടായത്. പക്ഷേ നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ വൈകുന്നേരം 5 മണി ആയതുകൊണ്ട് അത് നമുക്ക് നഷ്ടമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടിക്കറ്റ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 2 hours കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് എക്സ്പയർഡ് ആകും. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ 2 മണിക്കൂർ കഴിയുകയാണെങ്കിൽ നമ്മൾ വേറെ അവിടെ നിന്ന് വീണ്ടും പർച്ചേസ് ചെയ്യണം. ഇത് നമുക്ക് എല്ലാം എടുക്കുന്നു. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ചേഞ്ച് മാറി കയറുമല്ലോ വേറെ ട്രെയിനിൽ. അപ്പോൾ അവിടെ എല്ലാം ഇത് തന്നെ എടുക്കാൻ, എല്ലാത്തിലും കയറാൻ പറ്റുന്ന പറഞ്ഞ്. നമുക്കിനി നോക്കാം. ഇനി നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഏത് സ്റ്റോപ്പിലായിരുന്നു ഇറങ്ങണ്ടേ?
എന്തോ ഒരു വായ്പുള്ളതൊരു പേരുള്ള ചാസ് ഡേ അങ്ങനെ എന്തോ സംഭവം. അവിടെയായിരുന്നു നമുക്ക് പോകേണ്ടത്. അവിടുന്ന് നമുക്ക് വേറെ ട്രെയിനിലോട്ടേക്ക് മാറി കയറണം. ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഡബിൾ ഡെക്കർ ആണ്. മുകളിലുണ്ട് താഴെയുണ്ട്. മെഴ്സി, ഞാൻ മെഴ്സി എന്നൊക്കെ പറഞ്ഞു. മെഴ്സി നമ്മളെ അങ്ങനെ നമ്മൾ 2 ട്രെയിൻ മാറി കയറി നമ്മുടെ ഐഫൽ ടവറിന്റെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ 2 ട്രെയിനും മാറി കയറി ഫൈനലി ഐഫൽ ടവറിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മൾ ഫൈനലി മറക്കല്ലേ, ഒന്ന് കാണട്ടെ. ഇങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് നമ്മൾ എത്തില്ല എന്നല്ല, ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹെൽപ്പ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. നമ്മൾ ട്രെയിനിൽ ഇറങ്ങിയിട്ട് തന്നെ നമുക്ക് ഫുൾ ഇവിടെ ഫ്രഞ്ച് ആണല്ലോ, അപ്പോൾ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അവർ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. അവർ വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ലതായിരുന്നു ഇവിടുത്തെ ആൾക്കാർ. അങ്ങനെ നമ്മൾ നൈറ്റ് വ്യൂ കണ്ടു. ഇവിടെ നിറച്ചും ഇതിൻ്റെ അടുത്ത് നിറച്ചും ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങൾ, ഈ ഐഫൽ ടവറിൻ്റെ ഒക്കെ സൊവനിയറും പിന്നെ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ്. പിന്നെ ഈ ടവറിൽ ഓരോരോ മണിക്കൂർ കൂടുമ്പോഴും ലൈറ്റ് ഗ്ലിറ്ററിങ് എഫക്റ്റ് വരും. അതിപ്പോൾ എപ്പോൾ സമയത്തേ 6:17 എനിക്കൊന്ന് 7 മണിയാകുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലിറ്ററിങ് ഉണ്ടാവും. ഓരോരോ മണിക്കൂർ കൂടുമ്പോൾ 7 മണി 8 മണി അങ്ങനെ ഓരോരോ മണിക്കൂർ കൂടുമ്പോൾ ഇത് ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉണ്ടാവും. നമുക്കത് നോക്കാം. ഐഫൽ ടവറിൻ്റെ ഈ ഒരു വ്യൂ ഞാൻ ശരിക്കും ഇമാജിൻ ചെയ്തതിനേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങളുടെയൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും പാരീസിലോട്ട് പോകാനോ ഐഫൽ ടവറൊക്കെ കാണാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ എന്തായാലും മിസ്സാക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ഇവിടെ വന്നതോടുകൂടെ നമ്മുടെ ലൈഫിൽ ഒരു വലിയൊരു ബക്കറ്റ് ലിസ്റ്റാണ് ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഇതിൻ്റെ ഡേ വ്യൂ കാണാതെ അതിൻ്റെ ചെറിയൊരു വിഷമം നമ്മുടെ ഉള്ളിലുണ്ട്. പണ്ടൊരു കാലത്ത് വേൾഡിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ ഒന്നായിട്ടാണ് ഈ പാരീസിലുള്ള ഐഫൽ ടവറിനെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി ഒക്കെ ഉള്ള ഒരു ടവറാണ് ഈ ഐഫൽ ടവർ. അങ്ങനെ നമ്മുടെ ഐഫൽ ടവറിലുള്ള ഗ്ലിറ്ററിങ്ങും കൂടെ കണ്ടു. അങ്ങനെ നമ്മുടെ ഒരു വലിയ ബക്കറ്റ് ലിസ്റ്റ് ഇവിടെ കഴിഞ്ഞല്ലോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടി. ഈ ഒരു സമയം ഇവിടെ പെട്ടെന്ന് ആൾക്കാർ കൂടും. ഇപ്പോൾ കുറഞ്ഞ ആൾക്കാർ, പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതാ ഇഷ്ടം പോലെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഈ ഒരു നല്ലൊരു സ്പോട്ടിൽ നിന്നാണ് ഇവർ ഫോട്ടോസ് എടുത്തിരുന്നത്. ഇങ്ങനെ ബലൂൺസൊക്കെ പിടിച്ചിട്ട് രസമുണ്ട് ഈ ഒരു വൈബ് കാണാൻ. പക്ഷെ നല്ല തണുപ്പുണ്ട്, തണുത്ത് മരവിച്ച് കിടക്കുക, കയ്യും
മൂക്കെല്ലാം. ഇപ്പോൾ എവിടെ പോയിട്ടാകുമ്പോഴാണെങ്കിലും നമ്മൾ സോവനിയർ ഒന്നും വാങ്ങിക്കാണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരാറില്ല. അങ്ങനെ പാരീസിൽ വന്നിട്ട് ഈഫൽ ടവറിൻ്റെ ഒരു സോവനിയറും കൂടെ വാങ്ങിക്കാണ്ട് എങ്ങനെയല്ല തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത്യാവശ്യം വിലയൊക്കെ പേശിച്ച് കുറച്ച് നമുക്ക് ചെറിയ പൈസക്ക് നമുക്ക് ഇവിടുന്നൊരു 4 സോവനിയറൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റി. അങ്ങനെ ഫോട്ടോയിലും വീഡിയോയിലും സിനിമയിലും ഒക്കെ മാത്രം കണ്ടുവന്ന ഐഫൽ ടവറിനെ നേരിട്ട് കണ്ട സന്തോഷത്തിൽ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. മെയിൻ കോഴ്സ് ഡെസേർട്ട്. അതാ ഞാൻ പറഞ്ഞു, ഇവിടെ കൂടുതൽ ഇങ്ങനത്തെ സ്വീറ്റ് ഐറ്റംസാണ് കൂടുതൽ. നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റിന്റെ പേര് ന്യൂ ജവാദ് എന്നാ. നമുക്കൊരു ചിക്കൻ ഇവിടെ വിന്താലും ഒക്കെ ഉണ്ട് കേട്ടോ. അവർ കോംപ്ലിമെന്ററി ആയിട്ട് ഒരു പപ്പടം 2 പപ്പടം തന്നിട്ടുണ്ട്. നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. ഫ്രാൻസിൽ വന്നിട്ട് അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച നമ്മൾ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് നേരെ അടിച്ച് കയറി വന്നു. അതാണ് ഇപ്പോൾ ഉണ്ടായത്. പാരീസിലൊക്കെ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ സീറ്റ് മുന്നേ റിസർവ് ചെയ്തിട്ട് വേണം പോകണമെന്ന് എല്ലാവരും പറയുന്നുണ്ടായത്. കാരണം അവിടെയൊക്കെ ഭയങ്കര റഷായിട്ടുള്ള ഏരിയ. അപ്പം ആ ഹോട്ടൽ എപ്പോഴും റിസർവ് ചെയ്തിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു ഹോട്ടലിൽ നമ്മളവിടെ പോയപ്പോൾ അവിടെ സീറ്റ് വേക്കൻ്റ് ആയതുകൊണ്ട് നമ്മുടെ അടുത്ത് കയറാൻ വേണ്ടി പറഞ്ഞു. ഇതിന് മുന്നേ നമ്മൾ 2-3 റെസ്റ്റോറൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും കയറാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല, കാരണം റിസർവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ നമുക്കവിടെ ഈ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന് നമുക്ക് കിട്ടി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡൊക്കെ തന്നെയായിരുന്നു ഉണ്ടായത്. പപ്പടം നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നേരെ ക്യാമ്പ് സൈറ്റിലേക്ക്. നമ്മൾ തിരിച്ച് ട്രെയിനിൽ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഒരു ബോൾട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് അത്യാവശ്യം തണുപ്പുണ്ട്. ഇനി പിന്നെ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ബോൾട്ട് ബുക്ക് ചെയ്ത് ബോൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബോൾട്ട് ബുക്ക് ചെയ്തിട്ട് ക്യാമ്പ് സൈറ്റിലോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി നാളെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമോ? മഴയൊക്കെ പാറുന്നുണ്ട് ഇവിടെ, നല്ല തണുപ്പുണ്ട് പുറത്ത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലോ അല്ലെ നെക്സ്റ്റ് ഡേ ആയിട്ട് കാണാം. ബൈ.